നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണല്ലോ ഗ്ലാസ് പ്രൊഡക്റ്റുകൾ. എന്നാൽ എങ്ങനെയാണ് ഫാക്ടറികളിൽ ഗ്ലാസുകൾ നിർമ്മിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഗ്ലാസുകൾ നിർമ്മിക്കുന്നത് മണൽ ചൂടാക്കി ഉരുക്കിയെടുത്താണെന്ന് നമ്മളിൽ പലർക്കും അറിയാമായിരിക്കും. എന്നാൽ മണൽ ചുമ്മാ ചൂടാക്കിയാലൊന്നും നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ് പ്രൊഡക്റ്റുകൾ ലഭിക്കില്ല എന്നതാണ് സത്യം. സോ എങ്ങനെയാണ് മണൽ തരികൾ ഗ്ലാസ് പ്രൊഡക്റ്റുകളായി മാറുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് എങ്ങനെയാണ് ഗ്ലാസ് കണ്ടെത്തിയത് എന്ന് പരിശോധിക്കാം. ചരിത്രപരമായി മനുഷ്യനിർമ്മിത ഗ്ലാസ് ആദ്യമായി കണ്ടെത്തിയത് മെസൊപ്പൊട്ടാമിയൻ നാഗരികതയിലാണ്. എന്നാൽ മണലുരുക്കി ഗ്ലാസ് ഉണ്ടാക്കുന്ന വിദ്യ ഏറ്റവും ഭംഗിയായി ലോകത്തിന് കാണിച്ചു കൊടുത്തത് പുരാതന ഈജിപ്തുകാരായിരുന്നു. ഇന്ന് ജനലുകളിലും കുപ്പികളിലും ഗ്ലാസുകളിലും ഫോൺ സ്ക്രീനുകളിലുമെല്ലാം ഇതിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. എല്ലാറ്റിനുമുപരി വലിയ രീതിയിൽ ഗുണനിലവാരം കുറയാതെ തന്നെ എത്ര തവണ വേണമെങ്കിലും ഇത് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം എന്നതാണ് മറ്റൊരു കാര്യം. ഇനി എങ്ങനെയാണ് ഫാക്ടറികളിൽ ഗ്ലാസുകൾ നിർമ്മിക്കുന്നത് എന്ന് പരിശോധിക്കാം. മണലിൽ നിന്നാണ് ഗ്ലാസ് നിർമ്മിക്കുന്നത് എന്ന് മുൻപേ സൂചിപ്പിച്ചല്ലോ. പക്ഷേ എല്ലാ മണലും ഇതിന് പറ്റില്ല. 99% സിലിക്ക അടങ്ങിയ ഏറ്റവും ശുദ്ധമായ മണൽ മാത്രമേ ഇതിനായി ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വർഷം ഏകദേശം 400 മില്യൺ ടണ്ണിലധികം സിലിക്ക മണലാണ് ഇതിനായി ഖനനം ചെയ്തെടുത്തത് എന്നാണ് ഏകദേശ കണക്ക്. വലിയ വലിയ ഖനികളിൽ സ്ഫോടനം നടത്തി പാറക്കൂട്ടങ്ങൾ തകർത്താണ് ഇവ എടുക്കുന്നത്. സ്ഫോടനത്തിന് ശേഷം വലിയ മെഷീനുകൾ ഉപയോഗിച്ച് ഈ പാറക്കഷ്ണങ്ങൾ ട്രക്കുകളിൽ നിറയ്ക്കുന്നു. ഈ പാറകൾ ക്രഷിംഗ് യൂണിറ്റിലെത്തിച്ച് വലിയ മില്ലുകളിലിട്ട് പൊടിച്ച് നേർത്ത മണൽത്തരികളാക്കി മാറ്റുകയാണ് പിന്നീട് ചെയ്യുന്നത്. ഈ മണൽപ്പൊടിയാണ് ഗ്ലാസ് നിർമ്മാണത്തിൻ്റെ മെയിൻ ഐറ്റം. മണൽ പൊടിച്ചെടുത്താലും അതിന് വേണ്ടത്ര ശുദ്ധി കാണില്ല. അതുകൊണ്ട് തന്നെ മണിക്കൂറിൽ 220 ടൺ മണൽ വരെ കഴുകാൻ കഴിയുന്ന സിസ്റ്റത്തിലേക്കാണ് ഇത് മാറ്റുന്നത്. ട്രക്കുകൾ ഈ മണൽ ഒരു വലിയ ഹോളിലേക്ക് അഥവാ ഹോപ്പറിലേക്ക് ഇടുന്നതോടെ ഇതിൻ്റെ പ്രോസസ്സ് ആരംഭിക്കുന്നു. ആദ്യം വലിയ കഷ്ണങ്ങൾ ഒഴിവാക്കാൻ 30 മെഷ് സ്ക്രീനുകളിലൂടെ, അതായത് 1 ഇഞ്ചിൽ 30 ദ്വാരമുള്ള അരിപ്പയിലൂടെ ഇത് അരിച്ചെടുക്കുന്നു. പാകത്തിനുള്ള മണൽത്തരികൾ മാത്രം ഹൈ പ്രഷർ വെള്ളം ഉപയോഗിച്ച് നന്നായി കഴുകി വൃത്തിയാക്കുന്നു. 15 മിനിറ്റോളം ഇങ്ങനെ ചെയ്ത ശേഷം മണലും വെള്ളവും ചേർന്ന മിശ്രിതം ഒരു സ്പൈറൽ സെപ്പറേഷൻ സിസ്റ്റത്തിലേക്ക് കടത്തിവിടുകയാണ് പിന്നീട് ചെയ്യുക. ഇവിടെ വെച്ച് ഭാരമേറിയ മെറ്റൽ കഷ്ണങ്ങളെല്ലാം വേർതിരിച്ചു കളയുന്നു. ബാക്കിയുള്ള ഭാഗം ഇരുമ്പിൻ്റെ അംശങ്ങൾ കളയാനായി ഒരു മെക്കാനിക്കൽ സെപ്പറേറ്ററിലേക്ക് കടത്തിവിടുന്നു. തുടർന്ന് ഇവ ഉണക്കിയ ശേഷം ഈ ഉണക്കിയെടുത്ത മണൽ ബാഗുകളിലാക്കി ഗ്ലാസ് ഫാക്ടറികളിലേക്ക് അയക്കുകയാണ് ചെയ്യുക. അത്തരത്തിലുള്ള ഒരു ഗ്ലാസ് പ്ലാന്റാണിത്. ഇവിടെ വെച്ച് മണലിനോടൊപ്പം സോഡിയം കാർബണേറ്റും കാൽസ്യം കാർബണേറ്റും ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇവ മണൽ പെട്ടെന്ന് ഉരുകാൻ സഹായിക്കുന്നു. ഗ്ലാസിന് കൂടുതൽ ഉറപ്പ് നൽകാൻ കാൽസ്യം കാർബണേറ്റ് നല്ലതാണ്. കൂടാതെ ഇതിന് നിറം വേണമെങ്കിൽ പ്രത്യേക പിഗ്മെൻറ്റുകൾ ചേർക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് കോബാൾട്ട് ഓക്സൈഡ് ചേർത്താലാണ് ഗ്ലാസിന് നീല നിറം ലഭിക്കുന്നത്. അങ്ങനെ എല്ലാം റെഡിയായി കഴിഞ്ഞാൽ അഴുക്കുകൾ ഒഴിവാക്കാൻ ഇത് ഒരു ഫിൽട്ടറിലൂടെ കടത്തിവിടുന്നു. പിന്നീട് വലിയ ബെൽറ്റുകൾ വഴി ഇവ മിക്സിംഗ് ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നു. മണിക്കൂറിൽ 100 കണക്കിന് ടൺ മണൽ നീക്കാൻ ഈ ബെൽറ്റുകൾക്ക് കഴിയും. അവിടെ വെച്ച് വലിയ സ്റ്റിററുകൾ ഉപയോഗിച്ച് മണൽ നന്നായി കലർത്തുകയും ബാക്കിയുള്ള അഴുക്കുകൾ കൂടി നീക്കം ചെയ്യുകയും ചെയ്യുന്നു. ഈ മിശ്രിതം പിന്നീട് ഒരു വലിയ ഗ്ലാസ് ഫർണസിലേക്ക് കടത്തിവിടുന്നു. അവിടെ താപനില 1650 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. ഇത് അഗ്നിപർവ്വതത്തിലെ ലാവയേക്കാൾ ചൂടുള്ളതാണ്. ടെക്നീഷ്യന്മാർ ഇത് ശ്രദ്ധയോടെ നോക്കി പ്രത്യേക ക്രൂസപ്സുകളിലേക്ക് ഒഴിക്കുന്നു. ചൂട് കുറയാതിരിക്കാൻ ഈ ക്രൂസപ്സുകൾ അടച്ചു വെക്കുകയാണ് ചെയ്യുക. അതികഠിനമായ ചൂടുള്ളതിനാൽ തന്നെ അവിടെയുള്ളവർ തീപിടിക്കാത്ത പ്രത്യേക സ്യൂട്ടുകളും ഗ്ലൗസുകളും ധരിക്കണം. 24 മണിക്കൂറിന് ശേഷം ഈ മണൽ ഉരുകി ലാവ പോലെ ഒഴുകാൻ തുടങ്ങും. മണൽ ഉരുകി ദ്രാവകമാകുമ്പോൾ അതിൻ്റെ തന്മാത്രകൾ ക്രിസ്റ്റലുകളെപ്പോലെ അടുപ്പിച്ച് നിൽക്കാതെ ക്രമരഹിതമായി മാറുന്നതാണ്. അതായത് അമോർഫസ് സോളിഡായി മാറുന്നതാണ് പ്രകാശത്തെ കടത്തിവിടാൻ ഗ്ലാസിനെ സഹായിക്കുന്നത്. തുടർന്ന് ഇതിലെ വായുക്കുമിളകൾ ഒഴിവാക്കാൻ ഇത് കുറേ നേരം ഇങ്ങനെ തന്നെ വെക്കുന്നു. അടുത്ത പണി ഈ ഉരുകിയ ഗ്ലാസുകൾ ഒഴിച്ച് പ്രൊഡക്റ്റുകൾ നിർമ്മിക്കലാണ്. എഞ്ചിനീയർമാർ കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്ത ശേഷം ചൂട് താങ്ങുന്ന മെറ്റൽ കൊണ്ട് മോൾഡുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഇതിലേക്കാണ് ഉരുകിയ ഗ്ലാസ് ഒഴിക്കുന്നത്. മോൾഡുകൾ റെഡിയായാൽ അവ പ്രൊഡക്ഷൻ ലൈനിൽ ഘടിപ്പിക്കുന്നു. കുപ്പികളും ജാറുകളും ഉണ്ടാക്കാൻ ഈ രീതിയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. മോൾഡിൽ വെച്ച് ഇതിനുള്ളിലേക്ക് കാറ്റടിച്ചു കയറ്റി കുപ്പിയുടെ ഏകദേശ രൂപം ഉണ്ടാക്കുന്നു. ഇത് കാണാൻ ഒരു കുമിള പോലെ ഇരിക്കും. പിന്നീട് ഇത് തൊട്ടടുത്ത മെയിൻ മോൾഡിലേക്ക് മാറ്റുന്നു.
അവിടെ വെച്ച് രണ്ടാമതും കാറ്റടിക്കുമ്പോൾ ഗ്ലാസ് എക്സ്പാൻഡ് ആവുകയും കുപ്പിയുടെ പൂർണ്ണരൂപം ലഭിക്കുകയും ചെയ്യുന്നു. ഫർണസിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ കുപ്പികൾ ചുവന്ന് തുടുത്തിരിക്കും. റോബോട്ടിക് മെഷീനുകൾ വളരെ സാവധാനം ഓരോ കുപ്പിയും എടുത്ത് കൺവെയറിലേക്ക് വെക്കുകയാണ് ചെയ്യുക. തുടർന്ന് കുപ്പികൾ പതുക്കെ കൂളിംഗ് സോണിലേക്ക് പോകുന്നു. അവിടെ ചൂട് പതുക്കെ കുറച്ചു കൊണ്ടുവരുന്ന ഒരു നീണ്ട ടണലുണ്ട്. ഗ്ലാസ് പൊട്ടിപ്പോകാതിരിക്കാനാണ് ഇങ്ങനെ പതുക്കെ തണുപ്പിക്കുന്നത്. ഇതിന് അത്യാവശ്യം നല്ല സമയവും വേണം. അങ്ങനെ തണുത്ത ഗ്ലാസ് കുപ്പികൾ പിന്നീട് ഇൻസ്പെക്ഷൻ ഏരിയയിലേക്ക് എത്തുന്നു. ഇവിടെ ക്യാമറകളും സെൻസറുകളും ഓരോ കുപ്പിയും പരിശോധിക്കുന്നു. അങ്ങനെ എല്ലാം ഓക്കെ ആയ കുപ്പികൾ മെഷീനുകൾ ഉപയോഗിച്ച് അടുക്കി വെക്കുകയും പാക്ക് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ ഫ്ലാറ്റ് ഗ്ലാസുകൾ നിർമ്മിക്കുന്ന ഫാക്ടറിയിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് ഗ്ലാസ് കഷ്ണങ്ങളുടെ വലിയ കൂനകൾ കാണാൻ സാധിക്കും. ഇവ ഉരുക്കി പുതിയ ഗ്ലാസ് പാനലുകളാക്കി മാറ്റുകയാണ് ചെയ്യുക. ഈ കഷ്ണങ്ങൾ മണലിനോടൊപ്പം ചേർത്ത് ഫർണസിലേക്ക് വിടുകയാണ് ആദ്യം ചെയ്യുന്നത്. പഴയ ഗ്ലാസ് ചേർക്കുന്നത് ഇന്ധനം ലാഭിക്കാൻ സഹായിക്കും. 1600 ഡിഗ്രി ചൂടുള്ള ഫർണസിൽ മണിക്കൂറുകൾ സമയമെടുത്ത് ഇത് ഉരുക്കുന്നു. ഇവിടെ ഗ്ലാസ് ഉണ്ടാക്കാൻ ഫ്ലോട്ട് മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നത്. അതിനായി ഉരുകിയ ഗ്ലാസ് ഉരുക്കിയ ടിന്നിന് മുകളിലേക്ക് ഒഴിക്കുകയും ഗ്ലാസ് ടിന്നിന് മുകളിൽ വെച്ച് നല്ല നിരപ്പായി മാറുകയുമാണ് ചെയ്യുക. പതുക്കെ തണുപ്പിക്കുന്നതിലൂടെ നമുക്ക് നല്ല ക്ലിയർ ഗ്ലാസ് പാനലുകൾ ലഭിക്കുകയും ചെയ്യും. കൺവെയർ വഴി വരുന്ന ഗ്ലാസ് ഷീറ്റുകൾ മെഷീൻ ഉപയോഗിച്ച് ഡയമണ്ട് ബ്ലേഡുകൾ കൊണ്ട് മുറിക്കുന്നു. വളരെ വേഗത്തിലും കൃത്യവുമായാണ് ഇത് ചെയ്യുക. മുറിച്ച ഗ്ലാസിൻ്റെ വശങ്ങൾ നല്ല മൂർച്ചയുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ മെഷീനുകൾ ഉപയോഗിച്ച് വശങ്ങൾ മിനുസപ്പെടുത്തി എടുക്കുകയും ചെയ്യുന്നു. പണി കഴിഞ്ഞാൽ ചില ഗ്ലാസുകൾ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകും. തുടർന്നുള്ള ടെസ്റ്റുകളൊക്കെ പാസ്സായാണ് നമ്മൾ കാണുന്ന ഫ്ലാറ്റ് ഗ്ലാസുകൾ നിർമ്മിക്കുന്നത്. എന്നാൽ പല ആവശ്യങ്ങൾക്കായുള്ള പലതരത്തിലുള്ള ഗ്ലാസുകളിൽ ചില വ്യത്യസ്തമായ പ്രോസസ്സുകൾ കൂടെ ആഡ് ചെയ്യാറുണ്ട്. ലോകമെമ്പാടും ഓരോ വർഷവും ഏകദേശം 130 മില്യൺ മെട്രിക് ടൺ ഗ്ലാസ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിൽ കുപ്പികളും ജാറുകളും ഉൾപ്പെടുന്ന കണ്ടെയ്നർ ഗ്ലാസ് മാത്രം 2024 ഏകദേശം 830 ബില്യണിലധികം യൂണിറ്റുകളിൽ എത്തിയിട്ടുണ്ടത്രേ. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലാസ് പ്രൊഡ്യൂസേഴ്സ് ചൈനയാണ്. ആഗോള ഉൽപ്പാദനത്തിൻ്റെ പകുതിയിലധികവും ചൈന തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഫ്ലാറ്റ് ഗ്ലാസ്, കണ്ടെയ്നർ ഗ്ലാസ് എന്നിവയുടെ കാര്യത്തിലും കയറ്റുമതിയിലും ചൈനയാണ് മുൻപിൽ. ഇന്ത്യയിലെ ഗ്ലാസ് ഇൻഡസ്ട്രിയും ഇപ്പോൾ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കൺസ്ട്രക്ഷൻ മേഖല, ഓട്ടോമൊബൈൽ, പാക്കേജിംഗ് എന്നിവയിൽ നിന്നുള്ള വലിയ ഡിമാൻഡാണ് ഇതിന് കാരണം. 2024 ഏകദേശം $4.86 ബില്യൺ മൂല്യമുള്ള ഈ മാർക്കറ്റ് 2033 ആകുമ്പോഴേക്കും $8.7 ബില്യൺ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2025ഓടെ ഫ്ലാറ്റ് ഗ്ലാസ് ഉൽപ്പാദനം 2.58 മില്യൺ ടണ്ണും കണ്ടെയ്നർ ഗ്ലാസ് ഉൽപ്പാദനം 4.27 മില്യൺ ടണ്ണും ആകുമെന്ന് കരുതപ്പെടുന്നു. ഇതിൽ ഓരോ വർഷവും 5 മുതൽ 7% വളർച്ചയാണ് ഉണ്ടാകുന്നത്. ഏതായാലും ഗ്ലാസ് മാനുഫാക്ചറിങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.